السلام عليكم ورحمة الله وبركاته. نؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. صلى الله وسلم على سيدنا محمد وعلى آله وأصحابه وأتباعه وسلم تسليما كثيرا كثيرا. الحمد لله. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് നമ്മളുടെ ഇബാദത്തുകളെല്ലാം പരിപൂർണമായി സ്വീകരിക്കട്ടെ. അല്ലാഹുവിന്റെ റഹ്മത്ത് വർഷിക്കുന്ന ഈ റമളാനിന്റെ ആദ്യത്തെ പത്തിൽ അല്ലാഹുവിന്റെ മുന്നിൽ നിന്ന് മണ്ണിലേക്ക് പെയ്തിറങ്ങുന്ന എല്ലാ കാരുണ്യത്തിനും നമ്മയെല്ലാം അല്ലാഹു അർഹരാക്കട്ടെ. ജീവിതത്തിൽ വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും കാരുണ്യവനായ റബ്ബ് നമുക്ക് മാപ്പാക്കി തരട്ടെ. ജീവിതാന്ത്യം വരെ യഥാർത്ഥ മുഅ്മിനായി മുത്തഖിയായി ജീവിച്ച് അവസാനം ഈമാൻ പരിപൂർണമായ നേരത്ത് സന്തോഷത്തോടുകൂടി നല്ല രാവുകളിൽ നല്ല പകലുകളിൽ ലോകത്തോട് വിട പറയാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നിപ്പോ ശബ്ദത്തിന് കുഴപ്പമില്ലല്ലേ? കേൾക്കാല്ലേ? കഴിഞ്ഞ ദിവസം ശബ്ദം മനസ്സിലായിട്ടില്ലേ? ശരിയാക്കി, അൽഹംദുലില്ലാഹ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നിസ്കാരവുമായി ബന്ധപ്പെട്ട ചില മര്യാദകളാണ്. നിസ്കാരത്തിലേക്ക് കടക്കുമ്പോൾ നല്ല ഉന്മേഷത്തോടുകൂടി കടക്കണം. ഉറക്കം തൂങ്ങിക്കൊണ്ട് നിസ്കരിക്കുന്നത് അദബ് കേടാണ്. പാതിരാത്രി നിസ്കരിക്കുന്ന സമയത്ത് പോലും പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ നഅസ അഹദുകും, രാത്രികൾ നിസ്കരിക്കുമ്പോൾ ആർക്കെങ്കിലും ഉറക്കം വന്നാൽ ഫൽയർഖുദ്, അവൻ ഉറങ്ങിക്കൊള്ളട്ടെ എന്നാണ്. നിസ്കാരം അവിടെ നിർത്തിയിട്ട് അവനങ്ങ് ഉറങ്ങണം. കാരണം ഉറങ്ങിക്കൊണ്ട് നിസ്കരിക്കരുത്. കാരണം ഫഇന്നഹു യസ്തഗ്ഫിറുല്ലാഹ, ഉറക്കം തൂങ്ങി പകുതി മയക്കത്തിൽ അവൻ നിസ്കരിച്ചാൽ അവൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടാൻ അല്ലാഹുമ്മ ഗ്ഫിർലി, എനിക്ക് പുറത്തു തരണേ എന്ന് പറയും. പക്ഷേ ഫയസുബ്ബു നഫ്സഹു, അവന്റെ ശരീരത്തെ തന്നെ ചീത്ത വിളിക്കും. അഥവാ നല്ല ഓർമ്മയോടുകൂടി അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് പറയുമ്പോൾ ഓയിന് ഉച്ചരിക്കണം. അല്ലാഹുമ്മ ഗ്ഫിർലി ഓയിനാണ്. അത് നമ്മൾ ശ്രദ്ധിക്കാതെ പറഞ്ഞാൽ, പകുതി മയക്കത്തിൽ പറഞ്ഞാൽ ഓയിന് ഐനായി പോകും. അപ്പൊ അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹു എനിക്ക് പുറത്തു തരണേ എന്ന് പറയുന്നതിന് പകരം ഐനായിട്ട് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മണ്ണിനോട് ചേർക്കണേ എന്നാണ്. അപ്പൊ ഒയിന് മാറി ഐനായാൽ പൊറുക്കലിനെ പുറത്തു തരണേ എന്നതിന് പകരം അർത്ഥം മണ്ണിനോട് ചേർക്കണേ എന്നാണ്. അപ്പോൾ ഫയസുബ്ബു നഫ്സഹു, അവനവന്റെ നഫ്സിനെ ചീത്ത വിളിക്കുന്ന പോലെയാണ്. അപ്പോൾ നല്ല ബോധത്തോടെ നല്ല ഓർമ്മയോടെ നിസ്കരിക്കണമെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഏതൊരു കാര്യവും ഇബാദത്തിന്റെ കാര്യത്തിൽ നമ്മൾ ചെയ്യുന്ന ഫർളുകൾക്കും ഷർത്തുകൾക്കും പുറമെ ആ ഇബാദത്തിനോടുള്ള മര്യാദയാണ് ഈ നിലയിൽ ഉന്മേഷത്തോടുകൂടി നിസ്കരിക്കുക. ഹൃദയത്തിൽ അള്ളാഹുവിനെ മാത്രം ഓർമ്മിച്ചുകൊണ്ട് നിസ്കരിക്കുക. അതിന് നമ്മൾ പറഞ്ഞല്ലോ, സൂറത്തുൽ മുഅ്മിനീന്റെ ആദ്യത്തെ 2 ആയത്തുകൾ സൂചിപ്പിക്കുന്നതാണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, വിജയിച്ചവരായ സത്യവിശ്വാസികൾ അവരാരാണ്? അവരുടെ നിസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണ്. അല്ലാതെ നിസ്കാരത്തിൽ അലസതയുള്ളവർ, ഹൃദയ സാന്നിധ്യം ഇല്ലാതെ നിസ്കരിക്കുന്നവരെ കുറിച്ച് പറഞ്ഞത് അവർ നരകത്തിലാണ്, മുനാഫിഖീങ്ങളാണ്. വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാലാ, നിസ്കരിക്കാൻ നിന്നാൽ അലസന്മാരായിട്ട് നിസ്കരിക്കുക.
അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് മഹാനായ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ നിസ്കാരത്തെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അള്ളാഹു മനസ്സിലാക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി നമുക്ക് നിസ്കാരത്തിന് ശേഷം സലാം വീട്ടിയതിന് ശേഷമുള്ള പ്രധാനപ്പെട്ട ചില സുന്നത്തായ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അതാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. വസുന്ന ദിക്റുൻ വദുആഉൻ സിർറൻ അഖിബഹ. നിസ്കാരത്തിന് ഉടനെ ദിക്റും ദുആയും സുന്നത്താണ്. രണ്ട് കാര്യവും സുന്നത്താണ്. ഇത് എല്ലാവരുടെ അടുക്കലും ഐക്യകണ്ഠേന മുത്തഫഖുൻ അലൈഹിയായ കാര്യമാണ്. ഇത് വേണ്ട എന്ന് ലോകത്ത് ഒരു ആലിമീങ്ങളും പറഞ്ഞിട്ടില്ല, ഒരു പണ്ഡിതന്മാരും ഒരു മനുഷ്യരും പറഞ്ഞിട്ടില്ല. കാരണം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തേ അല്ല. അങ്ങനെ പോയവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചവിടെ ഇരുത്തിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, നിനക്ക് അള്ളാഹുവിനോട് ചോദിക്കാനൊന്നും ഇല്ലേ എന്ന്? സലാം വിട്ടിട്ട് കഴിഞ്ഞിട്ട് പോകുമ്പോൾ നിനക്കൊന്നും ചോദിക്കാനില്ലേ എന്ന് നബിതങ്ങൾ പറഞ്ഞിട്ട് അവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. അപ്പൊ സലാം വീട്ടി ഉടനെ എഴുന്നേറ്റ് നടക്കുക എന്നുള്ളത് അത് വലിയ അപകടമാണ്. കാരണം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ് സലാം വീട്ട് നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചാൽ ആ സമയം ഏറ്റവും ശ്രേഷ്ഠമായ സമയമാണ്. അഥവാ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണത്. അതെനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോവാന്ന് വെച്ചാൽ അതാണ് അല്ലാഹുവിന്റെ റസൂലിനോട് മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ഖീല യാ റസൂലല്ലാഹ് അയ്യ ദുആഇ അസ്മഅ. തങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, നബിയെ ഏത് ദുആയാണ് ഏറ്റവും സ്വീകാര്യതയുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ദുആ ഏതാണ് നബിയെ? ഖാല ജൗഫുൽ ലൈൽ വദുബറ സ്വലവാത്തിൽ മക്തൂബാത്ത്. തങ്ങൾ പറഞ്ഞത് രണ്ട് സമയമാണ്. ഒന്ന് ജൗഫുൽ ലൈൽ, രാത്രിയുടെ അന്ത്യയാമം, പാതിരാത്രി സമയം, തഹജ്ജുദ് നിസ്കരിക്കുന്ന സമയം. വദുബറ സ്വലവാത്തിൽ മക്തൂബാത്ത്, ഫർള് നിസ്കാരങ്ങൾക്ക് പിറകെ. ഫർള് നിസ്കാരത്തിന് ഉടനെയുള്ള ദുആ അല്ലാഹു തആല സ്വീകരിക്കുന്ന ദുആയാണ്. അപ്പോ നമ്മളോട് നഫ്സ് പറയും ആ ദുആ നമ്മൾ ചെയ്യരുത്. അപ്പോൾ ശൈത്താനും പറയും അത്യാവശ്യമാണ്, വണ്ടി എവിടെ കിടക്കാണ്, കൂട്ടുകാർ നിൽക്കാണ്, പെട്ടെന്ന് വീട്ടിൽ പോകണം, ചാടി എഴുന്നേക്കാൻ പറയും. കാരണം ആ സമയം നമുക്ക് മിസ്സാവണം. അതിനാഗ്രഹിക്കുന്ന ആൾ നമ്മുടെ പിറകിലുണ്ട്, നമ്മളുടെ പിന്നിൽ നിന്ന് വലിക്കാൻ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. റവാഹു ശൈഖാൻ, മഹാനായ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം റഹിമഹുല്ലാ രണ്ടുപേരും റിപ്പോർട്ട് ചെയ്ത വളരെ പ്രശസ്തമായ ഹദീസാണ്. അതുകൊണ്ട് സലാം വിട്ടിക്കഴിഞ്ഞാൽ ദിക്റും ദുആയും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ബാറ്ററി ഓഫാണ്. ഒരിക്കൽ മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, ഒരാൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മഹാനവറുകളെ, ജീവിതത്തിൽ എനിക്ക് വലിയൊരു ആഗ്രഹമാണ്, വിവാഹം കഴിഞ്ഞിട്ട് ഇതുവരെ ഒരു കുഞ്ഞിക്കാല് കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങ് അതിനെനിക്കൊരു പരിഹാരം, ദുആ അതിനെന്താണ് എന്നുള്ളത് എനിക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സംഭവമാണ്. ഇമാം ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മോനെ, നീ 4 ഹൃദയങ്ങൾ കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. 4 ഹൃദയങ്ങളോ? ആശ്ചര്യത്തോടെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പോ ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹ് വിശദീകരിച്ചു കൊടുത്തു. 4 ഹൃദയം എന്ന് പറഞ്ഞാൽ, ഒന്ന് മുഅ്മിനിന്റെ ഹൃദയം കൊണ്ട് ദുആ ചെയ്യണം. മുഅ്മിനിന്റെ ഹൃദയത്തിന്റെ പ്രത്യേകത എന്താ? മുഅ്മിൻ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവൻ. വിശ്വസിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അത് വലിയ അർത്ഥമാണ്. കാണുന്നതിനെ വിശ്വസിക്കുക, കേൾക്കുന്നതിനെ വിശ്വസിക്കുക, അവനല്ല മുഅ്മിൻ. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ കാണാത്തതിനെയും കേൾക്കാത്തതിനെയും വിശ്വസിക്കണം, അല്ലെ? അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. വിശുദ്ധ ഖുർആന്റെ തുടക്കം അങ്ങനെയല്ലേ? ഈ വിശുദ്ധമായ ഗ്രന്ഥം, ഇതിൽ ഒരു സംശയവുമില്ല, ഇത് മുത്തഖീങ്ങൾക്ക്, സന്മാർഗികൾക്ക് ഇത് സന്മാർഗത്തിനുള്ള വഴിയാണ്.
ആരാണ് സന്മാർഗികൾ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യമായ കാര്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. കണ്ടാലേ വിശ്വസിക്കുള്ളൂ, കേട്ടാലേ വിശ്വസിക്കുള്ളൂ എന്ന് പറയുന്നത് നിരീശ്വരവാദികളുടെ വാദമാണ്, അല്ലെ? അത് അള്ളാഹു ഇല്ല എന്ന് വിശ്വസിക്കുന്നവൻ, ഈ ലോകമൊക്കെ സ്വയംഭൂവാണെന്ന് വിശ്വസിക്കുന്നവന്റെ വിശ്വാസമാണ് ഞാൻ കണ്ണുകൊണ്ട് കണ്ടാലേ വിശ്വസിക്കുള്ളൂ, കാതുകൊണ്ട് കേട്ടാലേ വിശ്വസിക്കൂ എന്നുള്ളത്. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഖബറിനെ കുറിച്ച് കണ്ടിട്ടില്ല, ഖബറിന്റെ അവസ്ഥ കണ്ടിട്ടില്ല, നരകം കണ്ടിട്ടില്ല, സ്വർഗം കണ്ടിട്ടില്ല. നമ്മുടെ പ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടില്ല. പക്ഷേ നമ്മൾ ഇതൊക്കെ വിശ്വസിക്കുന്നു. അവനാണ് മുഅ്മിൻ. അപ്പോൾ ഇവിടെ മുഅ്മിനിന്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ എനിക്കൊരു രക്ഷിതാവായ തമ്പുരാനുണ്ട്, എന്റെ ഖാലിഖായ അല്ലാഹ് ഉണ്ട്, എന്റെ റാസിഖായ അല്ലാഹു ഉണ്ട്. ഞാൻ വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു റബ്ബെനിക്കുണ്ട്, ഞാൻ ചോദിച്ചാൽ തട്ടാത്തൊരു റബ്ബെനിക്കുണ്ട്, എന്ത് ചോദിച്ചാലും എന്നെ കേൾക്കാനിരിക്കുന്ന എന്റെ റബ്ബെനിക്കുണ്ട്. വഇദാ സാലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദആ فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. ഇന്നലെ നമ്മൾ പറഞ്ഞ ആയത്താണ് അല്ലെ? ഇന്നലെ ജുമ്മയ്ക്കും ആയത്ത് ഓതി എനിക്ക് തോന്നുന്നു. എന്താണ്? എന്റെ അടിമ എന്നെ കുറിച്ച് നിങ്ങളോട് ചോദിച്ചാൽ ഞാൻ അവന്റെ അടുത്തുണ്ട്. ഞാൻ 7 ആകാശങ്ങൾക്കപ്പുറമോ അവന്റെ വിളി കേൾക്കാത്തിടത്തൊന്നുമല്ല, ഞാൻ അവന്റെ തൊട്ടടുത്തുണ്ട്. എന്നെ വിളിച്ചാൽ അപ്പോൾ ഞാൻ വിളി കേൾക്കും. അപ്പോ അങ്ങനെയുള്ള റബ്ബിന്റെ മുന്നിലുണ്ട് എന്ന പരിപൂർണമായ വിശ്വാസത്തോടു കൂടി നീ അള്ളാഹുവിനോട് ചോദിക്കുക, ദുആ ചെയ്യുക. അതാണ് മുഅ്മിനിന്റെ ഹൃദയം കൊണ്ട് ചോദിക്കണമെന്ന് പറഞ്ഞാൽ. സംശയിക്കരുത്. എവിടെ കിട്ടോ ഇല്ലേ എന്ന ഡൗട്ട് വേണ്ട. കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്നും വിചാരിക്കരുത്. ഇന്നലെ ദുആ ചെയ്ത് കിട്ടിയില്ല, ഇന്നും ഒന്ന് ദുആ ചെയ്തേക്കാം എന്നുള്ളതല്ല. നിങ്ങൾ എപ്പോ ദുആ ചെയ്താലും അല്ലാഹ് എനിക്ക് ഉത്തരം തരുമെന്നുള്ള ഉറപ്പോടുകൂടി ദുആ ചെയ്യുക എന്നാണ്. അപ്പൊ മുഅ്മിനിന്റെ ഹൃദയം കൊണ്ട് ദുആ ചെയ്യണം. ഇമാം ഗസാലി റഹിമഹുല്ലാഹ് ആഗതനായ മനുഷ്യനോട് പറയാണ്, നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കാൻ നീ ചെയ്യേണ്ടത് 4 ഹൃദയങ്ങൾ കൊണ്ട് ദുആ ചെയ്യണം. 1 മുഅ്മിനിന്റെ ഹൃദയമാണ്. 2 സമയത്തിന്റെ ഹൃദയമുണ്ട്. അഥവാ ഒരു ദിവസമാകുന്ന സമയം, ആ സമയത്തിന്റെ ഏറ്റവും ഹൃദയഭാഗം ഏതാണ്? പാതിരാത്രിയുടെ സമയമാണ്, തഹജ്ജുദിന്റെ സമയമാണ്. നമ്മളിപ്പോൾ അത്താഴത്തിന് എഴുന്നേൽക്കുന്ന സമയമാണ്. ആ സമയത്താണ് അല്ലാഹു തആല പ്രത്യേകമായി ഭൂമിയിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് അവന്റെ അടിമകളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെവിയോർക്കുന്നത്. ആ സമയത്ത് നീ ദുആ ചെയ്യുക. അതാണ് വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. അമ്പിയാക്കളെല്ലാം തഹജ്ജുദ് നിർബന്ധമായി നിസ്കരിക്കുന്നവരായിരുന്നു. അമ്പിയാക്കൾക്ക് തഹജ്ജുദ് നിർബന്ധമായിരുന്നു. സുബഹിക്ക് മുമ്പുള്ള ആ നിസ്കാരം അള്ളാഹു നമുക്കെല്ലാം നിർവഹിക്കാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹു കേൾക്കുന്ന സമയമാണ്, അള്ളാഹു ശ്രദ്ധിക്കുന്ന സമയമാണ്, അള്ളാഹു നമുക്ക് ഉത്തരം തരാമെന്ന് വിളിച്ചു പറയുന്ന സമയമാണ് ആ സമയം. അതാണ് സമയത്തിന്റെ ഹൃദയമെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞത്. 3-മത്തത് ഖുർആനിന്റെ ഹൃദയം കൊണ്ട് നീ ദുആ ചെയ്യുക. ഖുർആനിന്റെ ഹൃദയം, ഖുർആനിന്റെ ഹൃദയം ഏതാണ്? ഖൽബുൽ ഖുർആൻ. സൂറത്ത് യാസീൻ ഖൽബുൽ ഖുർആനാണ്. അഥവാ നീ റബ്ബിനോട് ദുആ ചെയ്യാൻ നിനക്ക് തോന്നിയാൽ, എന്തെങ്കിലും പ്രധാനപ്പെട്ട ആവശ്യം റബ്ബിൽ നിന്ന് നിനക്ക് സാധിക്കണമെന്ന് നിനക്ക് തോന്നിയാൽ, നീ ആഗ്രഹിച്ചാൽ ഉടനെ ഒരു യാസീൻ ഓതിട്ട് ദുആ ചെയ്യുക. നമ്മളുടെ ഇടയിലുള്ള പതിവല്ലേ അല്ലേ? നമ്മളൊക്കെ ദുആ ചെയ്യുന്ന മുമ്പ് എന്ത് ചെയ്യും? ഒരു യാസീൻ ഓതും നമ്മളുടെ വീട്ടിലൊക്കെ, ഏതൊരു ചടങ്ങിനും ഏതൊരു കാര്യത്തിനും. കാരണം എന്താ? സൂറത്തു യാസീൻ ലിമാ ഖുരിഅ ലഹു. ഏതൊരു ആവശ്യത്തിന് വേണ്ടിയാണോ യാസീൻ ഓതുന്നത്, ആ കാര്യം നടപ്പിലാകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 4-മത്തത് നിസ്കാരത്തിനൊരു ഹൃദയമുണ്ട്. ആ ഹൃദയം കൊണ്ട് ദുആ ചെയ്യുക. നിസ്കാരത്തിന്റെ ഹൃദയം ഏതാ? എല്ലാത്തിനും ഹൃദയമുണ്ട്. ഹൃദയം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, നമ്മളുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഹാർട്ട്. അതുപോലെ എല്ലാത്തിനും ഹാർട്ട് ഉണ്ട്. നിസ്കാരത്തിന്റെ ഹൃദയം ഏതാണ്? അത് സുജൂദാണ്. അപ്പോൾ നീ നിസ്കാരത്തിന്റെ ഹൃദയം കൊണ്ട് ചോദിക്കണം എന്ന് പറഞ്ഞാൽ സുജൂദിൽ കിടന്നുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുക.
അഖറബു മാ യകൂനുൽ അബ്ദു ഫീ സ്വലാത്തിഹി വഹുവ സാജിദ്. ഏതൊരാളും അവന്റെ സൃഷ്ടാവായ അല്ലാഹുവിനോട് ഒരു അടിമ ഏറ്റവും അടുത്തിരിക്കുന്ന സമയം അവൻ സുജൂദിലായിരിക്കുകയാണ്. ആ സുജൂദിൽ അല്ലാഹുവിനോട് നിങ്ങൾ ചോദിക്കണേ എന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ സുന്നത്ത് നിസ്കാരിക്കുന്നു. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാകാൻ, ഭയഭക്തി വർദ്ധിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണം റുകൂഉം സുജൂദും അധികരിപ്പിക്കലാണ്. കുറെ നേരം റുകൂ ചെയ്യുക, കുറെ നേരം സുജൂദ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഹൃദയ സാന്നിധ്യം അവിടെ ഉണ്ടാകും. ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ, ഇപ്പൊ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ, ഇമാമും മാമുമായിട്ട് നിസ്കരിക്കുമ്പോൾ നമുക്കത് സാധ്യമല്ല. അതിനൊരു പരിധിയുണ്ട്. 3 സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി പറയുന്നവരെ നമുക്ക് സമയമുള്ളത്. പക്ഷെ ഒറ്റയ്ക്ക് നമ്മൾ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ, തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ റുകൂഉം സുജൂദും നമ്മൾ വർദ്ധിപ്പിച്ചിട്ട് അവിടെ നമ്മൾ മനസ്സുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. ഏത് കാര്യവും സുജൂദിൽ കിടന്നുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കാം. ഇങ്ങനെ 4 ഹൃദയങ്ങൾ കൊണ്ട് നീ അള്ളാഹുവിനോട് ദുആ ചെയ്യണമെന്ന് മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു ആ വന്ന ആളോട് പറയുകയാണ്. അപ്പോൾ നിസ്കാരത്തിന് ശേഷം പ്രത്യേകമായ ദിക്റുകൾ, ദുആ നമ്മളൊക്കെ പറയാറുള്ളതും കേട്ടിട്ടുള്ളതുമൊക്കെയാണ്. ആദ്യമായി സലാം വീട്ടി കഴിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് 3 പ്രാവശ്യം പറയുക. ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. സൂറത്തിലെ ഒരു ആയത്തില്, അലം നശ്റഹ് സൂറത്തിലെ ഒരു ആയത്താണ്. ഫഇദാ ഫറഗ്ത, നീ ഒരു നന്മയിൽ നിന്ന്, ഒരു ഇബാദത്തിൽ നിന്ന് നീ വിരമിച്ചാൽ, ഫർഗബ്, നീ അടുത്ത കാര്യത്തിലേക്ക് വ്യാപൃതനാവുക എന്നാണ് അർത്ഥം. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഒരു നന്മ ചെയ്തിട്ട് പിന്നെ വിശ്രമം, പിന്നെ അതവിടെ അടച്ചുപൂട്ടിയിട്ട് പോവുക എന്നുള്ള രീതിയില്ല. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു നന്മ ചെയ്ത് അതിൽ നിന്ന് വിരമിച്ചാൽ അടുത്തവൻ എന്ത് ചെയ്യണം? അടുത്ത നന്മയിലേക്ക് പോകണം, അല്ലെ? റമളാൻ 30 ദിവസവും നോമ്പെടുത്ത് പെരുന്നാൾ ആഘോഷിച്ചു. പെരുന്നാളിന് എന്തായാലും നോമ്പില്ല, നോമ്പെടുക്കൽ ഹറാമാ. പിന്നെ അത് കഴിഞ്ഞിട്ട് മൊത്തം തീർന്നോ? പിന്നെ എന്ത് ചെയ്യണം? വീണ്ടും എന്ത് ചെയ്യണം? 6 ദിവസം നോമ്പെടുക്കണം, അല്ലേ? പിന്നെ വീണ്ടും തിങ്കളാഴ്ച വന്നാൽ നോമ്പുണ്ട്, വ്യാഴാഴ്ച നോമ്പുണ്ട്, എല്ലാ മാസവും 13, 14, 15 നോമ്പുണ്ട്. അവസാനം 27, 28, 29, 30 ദിവസങ്ങളിൽ നോമ്പുള്ളതായിട്ട് സുന്നത്തുണ്ട്. അങ്ങനെ അപ്പൊ ഒക്കെ ഇബാദത്താണ്. ഇതുപോലെ സലാം വീട്ടി കഴിഞ്ഞാലും എഴുന്നേറ്റ് പോകലല്ല, ആ നിസ്കാരം എന്ന് പറയുന്ന അമല് നിനക്ക് അവസാനിപ്പിച്ചാൽ ഫർഗബ്, വീണ്ടും നീ അടുത്ത കാര്യത്തിൽ വ്യാപൃതനാകണം. അതെന്താണ്? അള്ളാഹുവിനുള്ള ദിക്ർ, ദുആ. അതാണ് സലാം വീട്ടിയാൽ അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം 3 പ്രാവശ്യം. അവിടെ ഉടനെ അസ്തഗ്ഫിറുല്ലാ പറയുന്നതിന് ഒരുപാട് ആശയങ്ങൾ അവിടെ ഉണ്ട്. ഒന്ന്, നമ്മൾ നിസ്കരിച്ചു, പക്ഷേ ആ നിസ്കാരത്തിൽ എന്തെല്ലാം അശ്രദ്ധ കൊണ്ട് നമുക്ക് കുറവുകൾ സംഭവിച്ചേക്കാം, എന്തെല്ലാം ന്യൂനതകൾ വന്നേക്കാം. അപ്പോൾ ഉടനെ എന്ത് ചെയ്യാ? അള്ളാഹുവേ, ഈ നിസ്കരിച്ച എന്റെ ഈ ഇബാദത്തിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ നീ പരിഹരിച്ച് എനിക്ക് നീ മാപ്പാക്കണേ അല്ലാഹ്. ഇവിടെ ആ വാക്ക് ആവശ്യമാണല്ലോ, അവിടെ അനിവാര്യമായ ഒരു വാക്കാണ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം. മിൻ കുല്ലി ദംബിൻ വ ഖതീഅത്തിൻ വ അതൂബു ഇലൈഹി അസ്തലുഹു തൗബ. ഇതെല്ലാം ഹദീസിൽ വന്ന വാക്കുകളാണ്. നമുക്ക് എല്ലാവർക്കും, മിക്കവാറും എല്ലാവർക്കും അറിയാല്ലേ? ആർക്കെങ്കിലും അറിയാത്തതോ കുറവുകൾ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പഠിക്കാൻ ശ്രമിക്കുക. അള്ളാഹു നമുക്ക് അത് പഠിക്കാനും ചെല്ലാനും തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ അന്തസ്സലാം വ മിൻകസ്സലാം വ ഇലൈക ഇർജിഉസ്സലാം ഹയ്യനാ റബ്ബനാ ബിസ്സലാം വ അദ്ഖിൽനാ ബിറഹ്മതിക ദാറസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതി ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത വലാ മുബദ്ദല ലിമാ ഹകംത വലാ യൻഫഉ ദൽ ജദ്ദ് വമിൻകൽ ജദ്ദ്. ഇങ്ങനെയുള്ള ദുആകൾ, ഇത് ഹദീസിന്റെ പല റിപ്പോർട്ടുകളിൽ പല വാചകങ്ങൾ വന്നിട്ടുണ്ട്. ചില ഹദീസുകളിൽ ഇതിൽപ്പെട്ട ചില ഭാഗങ്ങൾ വരൂല, വേറെ ചില ഭാഗങ്ങൾ വരും. ഏതായാലും ഹദീസിന്റെ വെളിച്ചത്തിലുള്ള ഇത്തരത്തിലുള്ള ദിക്റുകൾ സലാം വീട്ടിയിട്ട് സുന്നത്താണ്. അതിനാർക്കും തർക്കമില്ല. ഇതൊക്കെ ചൊല്ലിയിട്ടാണ് എഴുന്നേറ്റ് പോവേണ്ടത്, അല്ലേ? ഒരിക്കൽ ഒരു കൂട്ടം സഹാബത്ത് വന്നിട്ട് പരിശുദ്ധ റസൂലിനോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്,
ذهب أهل الدثور بالفضائل. നബിയെ, ഞങ്ങളുടെ കൂട്ടത്തിൽ കുറെ സമ്പന്നരായ ആളുകളുണ്ട് നബിയെ, അവരാണ് എല്ലാ പ്രതിഫലവും കൊണ്ടുപോകുന്നത്. ഞങ്ങൾ ഫക്കീറന്മാർ, സാധുക്കള്, ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല, ഒരു പ്രതിഫലവും കിട്ടുന്നില്ല. എന്നിട്ട് അവർ പറഞ്ഞു, നിങ്ങൾ ചോദിച്ചു അതെന്താണ് നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? നബിയെ, ഞങ്ങളെ കൂട്ടത്തിലുള്ള സമ്പന്നരായ കൂട്ടുകാർ, അവർ ഞങ്ങൾ നിസ്കരിക്കുന്നത് പോലെ നിസ്കരിക്കുന്നു, ഞങ്ങൾ നോമ്പെടുക്കുന്നത് പോലെ അവരും നോമ്പെടുക്കുന്നു, ഞങ്ങൾ ഖുർആൻ ഓതുന്നത് പോലെ ഖുർആൻ ഓതുന്നു. പക്ഷേ എല്ലാത്തിനും പുറമെ അവർക്ക് സമ്പത്തുള്ളത് കൊണ്ട് അവരുടെ സമ്പത്ത് കൊണ്ട് അവർ സ്വതക്ക ചെയ്യുന്നു, അവർ പാവങ്ങളെ സഹായിക്കുന്നു, അള്ളാഹുവിന്റെ ദീനിൽ ചെലവഴിക്കുന്നു. ഞങ്ങൾക്കതില്ലല്ല നബിയേ. ഈ പരാതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, സഹാബാക്കളെ, ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാം. ആ കാര്യം നിങ്ങൾ കൃത്യമായി ചെയ്താൽ നിങ്ങൾക്ക് മുൻപുള്ളവരോടൊപ്പം നിങ്ങൾക്ക് എത്താൻ കഴിയും. നിങ്ങളുടെ പിറകിലുള്ളവർക്ക് ഒരിക്കലും നിങ്ങളോടൊപ്പം എത്താൻ കഴിയുകയുമില്ല. അഥവാ എത്ര വലിയ സമ്പന്നർ, അവർ സമ്പത്ത് ചെലവഴിക്കുന്നതിന്റെ പ്രതിഫലത്തേക്കാൾ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അവർ എത്ര സമ്പത്ത് സ്വതക്ക കൊടുത്താലും നിങ്ങൾ ഈ ചെയ്യുന്നതിന്റെ പ്രതിഫലം ആവൂല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമോ? സഹാബത്ത് കാതോർത്തിരുന്നു. എന്താണ് നബിയെ? തുസബ്ബിഹൂന ബഅദ കുല്ലി സ്വലാത്തിൻ സലാസൻ വസലാസീൻ. നിങ്ങൾ എല്ലാ നിസ്കാരവും കഴിഞ്ഞിട്ട് സലാം വീട്ടിയിട്ട് 33 പ്രാവശ്യം നിങ്ങൾ സുബ്ഹാനല്ലാഹ് പറയണം. വതുകബ്ബിറൂനല്ലാഹ വതുഹമ്മിദൂനല്ലാഹ സലാസൻ വസലാസീൻ. 33 പ്രാവശ്യം നിങ്ങൾ അൽഹംദുലില്ലാഹ് എന്ന് പറയണം. 33 പ്രാവശ്യം നിങ്ങൾ അല്ലാഹു അക്ബർ പറയണം. ഈ 3 കാര്യങ്ങൾ 33 പ്രാവശ്യം നിങ്ങൾ ചൊല്ലിയാൽ എത്ര വലിയ കോടീശ്വരൻ, എത്ര വലിയ സമ്പത്ത് സ്വതക്ക ചെയ്താലും അതിനേക്കാൾ കൂടുതൽ പ്രതിഫലം നിങ്ങൾക്ക് എഴുതപ്പെടുന്നതാണ്. പാവങ്ങൾക്ക് വലിയ സന്തോഷമായി. അവരെങ്ങനെ കൃത്യമായി ചെയ്യാൻ തുടങ്ങി. 33 സലാം വിട്ട് കഴിഞ്ഞാൽ ആവേശത്തോടെ 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 33 അല്ലാഹു അക്ബർ. ഇതിങ്ങനെ ചൊല്ലി ചൊല്ലി ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവരെ കൂട്ടുകാരാണല്ലോ സമ്പന്നർ, ഇവരടുത്ത് വന്നിരിക്കുമ്പോൾ ഇവരിങ്ങനെ ചെല്ലുന്ന കണ്ടു. അപ്പൊ ഇത് കേട്ടിട്ട് അവരും അങ്ങ് ചെല്ലാൻ തുടങ്ങി. സഹാബാക്കൾ അങ്ങനെയാ, ഒരാൾ നന്മ ചെയ്യുന്ന കണ്ടാൽ മറ്റുള്ളവരും അത് തുടർന്ന് നന്മ ചെയ്യും, അല്ലെ? നമ്മളെ ഈ യുക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാണെങ്കിൽ അവിടെ ചോദ്യം ചെയ്യും, ഇത് എവിടെ നിന്ന് കിട്ടി, ഇത് ആര് പറഞ്ഞു, ഇതെങ്ങനെ ശരിയാവും, ഇതേത് ഹദീസിലുണ്ടെന്നൊക്കെ ചോദിക്കും. സഹാബാക്കൾക്ക് കൂട്ടുകാരാരെങ്കിലും നന്മ ചെയ്യുന്ന കണ്ടാൽ, നന്മയാണെന്ന് കണ്ടാൽ അവരതിനങ്ങ് ഫോളോ ചെയ്യില്ലേ. അവരും ചെയ്തു. ഈ സമ്പന്നരായ ആളുകളും സലാം വീട്ടിട്ട് അവര് 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ചൊല്ലാൻ തുടങ്ങി. ഉടനെ ഈ പാവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് വീണ്ടും പരാതി പറഞ്ഞു, നബിയേ, ഞങ്ങളെപ്പോലെ ഞങ്ങളുടെ കൂട്ടുകാരായ സമ്പന്നരും ഈ ദിക്റും തസ്ബീഹും ചൊല്ലാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ അവരെ പിറകിലായല്ലോ നബിയേ. ദുനിയാവിലുള്ള മത്സരമല്ല, നാളെ പരലോകത്ത് പ്രതിഫലം കുറഞ്ഞു പോകുമല്ലോ എന്ന പേടിയാണ് അവർക്ക്. സുബ്ഹാനല്ലാഹ്. അവർ സങ്കടം പറഞ്ഞു, നബിയെ, ഈ പണക്കാര് ഞങ്ങളെ പോലെ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ചൊല്ലുന്നു, അപ്പൊ ഞങ്ങൾ പിറകിലായി പോകുമല്ലോ എന്ന്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ദാലിക ഫദ്ലുല്ലാഹ് യുതീഹി മൻ യശാ. ഇത് പറഞ്ഞ് നിങ്ങൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. ഇത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കും. കാരണം അവരും നിങ്ങളെ പോലെ ചൊല്ലിയാൽ അവർ ചൊല്ലിയതിന്റെ പേരിൽ പ്രതിഫലം കുറയ്ക്കുക എന്നുള്ള പരിപാടി അള്ളാഹുവിനില്ല. അള്ളാഹ് നീതിമാനല്ലേ. അപ്പോൾ നിങ്ങളെ കണ്ടിട്ട് ചൊല്ലിയാൽ അവർക്കും ഈ പ്രതിഫലമുണ്ട്. പിന്നെ സമ്പത്തുണ്ടോ ഇല്ലേ എന്നുള്ള വിഷയത്തില് അവിടെ നോക്കേണ്ട കാര്യമില്ല. അവർ ചൊല്ലിയിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്കായിരുന്നു മുൻഗണന. പക്ഷെ ചെല്ലുമ്പോൾ നിങ്ങളുടെ പ്രതിഫലം അല്ലാഹു തആല അവർക്കും കൊടുക്കും. അപ്പൊ ഇതെല്ലാവർക്കും ചെല്ലണമെന്ന് അർത്ഥം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അപ്പൊ 33 പ്രാവശ്യം വീതം ഇതുണ്ട്. അത് കഴിഞ്ഞ് 100 തികയ്ക്കാൻ വേണ്ടിയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതുപോലെ നിസ്കാരത്തിന് ശേഷം പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് ആയത്തുൽ കുർസി ഓതുക എന്നുള്ളത്. അല്ലെ? ആയത്തുൽ കുർസി ഇല്ലാത്ത ഒരു മുഅ്മിനിന്റെ ഹൃദയവും ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ 6666 ആയത്തുകളിൽ ആ ആയത്തുകളുടെയൊക്കെ നേതാവാണ് ഏത്? ആയത്തുൽ കുർസി. ആയത്തുൽ കുർസിയുടെ പ്രത്യേകത സയ്യിദു ആയുൽ ഖുർആൻ, സയ്യിദു ആയാത്തുൽ ഖുർആൻ. ഖുർആനിന്റെ ആയത്തുകളുടെ നേതാവാണ് ആയത്തുൽ കുർസി. വളരെ എളുപ്പമാണ്. അത് പറഞ്ഞു വന്നാല്, അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അക്ഷരത്തെറ്റില്ലാതെ ഇത് പഠിക്കണം.
9 വാചകങ്ങളാണ്, 9 സെന്റൻസുകളാണ് അതിലുള്ളത്. എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുടെ ഈ ക്ലാസ്സിൽ ആയത്തുൽ കുർസിയുടെ വിശദീകരണവും ആശയവും ഒക്കെ അത് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം ഒരുമിച്ച്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. നമ്മൾ എണ്ണി നോക്കി കഴിഞ്ഞാൽ 9 സെന്റൻസ് ആണ്. അത് മുഴുവനും ആയത്തുൽ ഖുർആനിന്റെ നേതാവാകാനുള്ള ഒരു കാരണം എന്തെന്നറിയോ? വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളുടെ മൊത്തം നേതാവാണ് ആയത്തുൽ കുർസി എന്ന് പറയാൻ കാരണം, അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം, ഈ 9 സെന്റൻസിലും പറയുന്നത് അള്ളാഹുവിനെ കുറിച്ചാണ്. അള്ളാഹുവിനെ കുറിച്ച് പറയുന്നതാണ് ലോകത്തെ ഏറ്റവും വലുത്. അതിന്റെ അപ്പുറം വേറെ ഒന്നുമില്ല. ആയത്തുൽ കുർസി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം മുതൽ പറഞ്ഞു തുടങ്ങി വഹുവൽ അലിയുൽ അലീം വരെ മുഴുവനും ആരെ കുറിച്ചുള്ള ചർച്ചയാണ്? ആകാശത്തെ കുറിച്ച് പറയുന്നുണ്ട്, ഭൂമിയെ കുറിച്ച് പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ കുർസിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒക്കെ ആകത്തുക ഉള്ളടക്കം അള്ളാഹുവിനെ കുറിച്ചുള്ള വചനങ്ങളാണ്. അള്ളാഹു ആരാണ്, അവന്റെ മഹത്വം എന്താണ്, അവന്റെ കഴിവെന്താണ്, അവന്റെ നിലനിൽപ്പെന്താണ്, ഒക്കെ ഇങ്ങനെ പറയുന്ന ആയത്തുകളാണ്. വളരെ ശ്രേഷ്ഠമാണ്. ഇത് വലിയൊരു പ്രൊട്ടക്ഷനാണ്. നമുക്കിത് വലിയൊരു സുരക്ഷയാണ്. നിസ്കാരത്തിന് ശേഷം ഓതിക്കഴിഞ്ഞാൽ അടുത്ത വഖത്ത് നിസ്കാരം വരെയുള്ള അമലിൽ വരുന്ന ചെറിയ പാപങ്ങളൊക്കെ അല്ലാഹു തആല ഇത് കാരണം പുറത്തു കൊടുക്കും. വീട്ടിൽ നിന്ന് ആയത്തുൽ കുർസി ഓതിയിട്ട് ഇറങ്ങിയാൽ എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അല്ലാഹു തആല അവന് കാവൽ കൊടുക്കും. രാത്രി ഉറങ്ങുന്ന സമയത്ത് ആയത്തുൽ കുർസി ഓതിയിട്ട് കിടന്നാൽ ആ ഉറക്കത്തിൽ അല്ലാഹു അവനെ മലക്കുകളെ ഏൽപ്പിക്കും അവന്റെ സുരക്ഷയ്ക്ക് വേണ്ടി. എവിടെയും എപ്പോഴും നമുക്ക് ഓതാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ആയത്തുൽ കുർസി. എല്ലാത്തിനും നമുക്ക് പ്രൊട്ടക്ഷനാണ്. അള്ളാഹുവിനെ ഏത് കാര്യത്തിന്റെ മുമ്പിലും സമർപ്പിക്കുന്ന ഒരു ആയത്താണ് ആയത്തുൽ കുർസി. ഒരുപാട് മഹത്വമുണ്ട് ഇതിന്, ഒരുപാട് മഹത്വം. ഞാനിപ്പം അതിന്റെ സന്ദർഭം അല്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അള്ളാഹു തആല പതിവാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ അള്ളാഹ് നമുക്ക് ബുദ്ധി തന്നു, കാഴ്ച തന്നു, കേൾവി തന്നു, നാവിന്റെ ശക്തി തന്നു. പക്ഷേ നമുക്കിതൊന്ന് ജീവിതത്തിൽ ഒരു ആയത്തിനെ കുറിച്ച് നല്ലതുപോലെ ഓതാൻ കഴിഞ്ഞില്ലെങ്കിൽ എത്ര വർഷമായി നമ്മൾ ജീവിക്കുന്നു, എത്ര നിസ്കരിക്കുന്നു, എത്ര രാത്രികൾ ഉറങ്ങുന്നു, ഉണരുന്നു ഒക്കെ. പക്ഷെ നമുക്കൊരു ആയത്തിനെ കുറിച്ച് വൃത്തിയായിട്ട് പഠിക്കാൻ കഴിഞ്ഞില്ലെന്ന് വെച്ചാൽ അതിനേക്കാൾ വലിയ നമ്മളുടെ ഭാഗ്യദോഷം വേറെ ഇല്ല മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് റമളാനിന്റെ നമ്മളുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഇതിനു വേണ്ടിയാണ്. വാളൊക്കെ നമ്മൾ എപ്പോഴും എത്രയോ കേൾക്കുന്നുണ്ട്, പത്രം വായിക്കുന്ന പോലെ നമ്മൾ വാഴ കേട്ട് അലസമായി വിടാറുണ്ട്. പക്ഷെ ഇൽമ അതല്ല. ഇൽമ പഠിക്കണം, അതനുസരിച്ച് അമൽ ചെയ്യണം. മറ്റതൊക്കെ ചിലപ്പോ നമ്മളുടെ രസത്തിന് വേണ്ടി, സമയം പോക്കിന് വേണ്ടി നമ്മൾ കേട്ടുപോകുന്നതായിരിക്കും. ഇതൊക്കെ നമ്മൾ ഇൽമ പഠിച്ച് അത് അമൽ ചെയ്യണം. അതിനാണ് നമുക്ക് പ്രതിഫലം ലഭിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ആരെങ്കിലും തെറ്റുണ്ടെന്ന് തോന്നിയാൽ വരണം, ഞാൻ അതൊക്കെ തയ്യാറാണ്. ആരും അറിയണ്ട, രഹസ്യമായിട്ട് നമ്മൾ രണ്ടുപേര് മാത്രം ഇരുന്നു കൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് തിരുത്താം. അതല്ലെങ്കിൽ മൊബൈലിൽ നമ്മൾ ആയത്തുൽ കുർസി കേൾക്കണം. എവിടെയാണ് ഞാൻ ഓതുന്ന ഭാഗത്ത് തെറ്റെന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. സ്വയം നമ്മളങ്ങ് തിരുത്തണം. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല നമുക്കതൊക്കെ അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ആയത്തുൽ കുർസി ഓതണം, പിന്നെ ദുആ ചെയ്യണം. ഒരുപാട് സുന്നത്തായ ദുആ വന്നിട്ടുണ്ട്. നിസ്കാരത്തിന് ശേഷമുള്ള ദുആ, ഇനി സുബഹി നിസ്കാരത്തിന് ശേഷവും മഗ്രിബ് നിസ്കാരത്തിന് ശേഷം പ്രത്യേകമായി ചൊല്ലേണ്ട 2 കാര്യങ്ങളുണ്ടല്ലോ. അതാണ് ഇതിനൊക്കെ ആദ്യം ചൊല്ലേണ്ടത്. മഗ്രിബ് നിസ്കാരത്തിന് ശേഷവും സുബഹി നിസ്കാരത്തിന് ശേഷവും ഈ പറഞ്ഞ അല്ലാഹുമ്മ അന്തസ്സലാമ മിങ്കസ്സലാം എന്ന് തുടങ്ങുന്ന ആ ദിക്റിന് മുമ്പ് തന്നെ 10 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എത്ര പ്രാവശ്യം പറയണം? 10 പ്രാവശ്യം പറയണം. ഇത് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സലാം വീട്ടുമ്പോൾ എങ്ങനെയാണോ ഇരുന്നത് അങ്ങനെ ഇരുന്നു കൊണ്ട് തന്നെ ഇത് 10 പ്രാവശ്യം ചെയ്യലാണ് സുന്നത്ത്. ഹദീസിൽ വന്നിട്ടുള്ളത് അങ്ങനെയാണ്.
അപ്പൊ നമ്മള് അത്തഹിയാത്തിൽ ഇരിക്കുന്ന രൂപത്തിൽ സലാം വീട്ടിയ അതേ രൂപത്തിലിരുന്ന് കാലുകൾ അനക്കാതെ മറ്റൊരാളോട് സംസാരിക്കാതെ വേറൊരു ഇടവേളയും വരാതെ ഒരാളിത് 10 പ്രാവശ്യം പറഞ്ഞാൽ ഓരോ പ്രാവശ്യം പറയുമ്പോഴും അവന്റെ 10 തിന്മകൾ അല്ലാഹു മാപ്പാക്കുന്നതാണ്. ഓരോ പ്രാവശ്യം പറയുമ്പോഴും അവന് 10 നന്മകൾ അല്ലാഹു എഴുതുന്നതാണ്. ഓരോ പ്രാവശ്യം പറയുമ്പോഴും അവന് 10 പദവികൾ അല്ലാഹു ഉയർത്തുന്നതാണ്. ഓരോ പ്രാവശ്യം പറയുമ്പോഴും 10 മുസീബത്തുകളിൽ നിന്ന്, അവൻ ഉപദ്രവകരമായ 10 കാര്യങ്ങളിൽ നിന്ന് അല്ലാഹു അവന് കാവൽ നൽകുന്നതാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 10 പ്രാവശ്യം പറഞ്ഞാൽ കിട്ടുന്ന 4 കാര്യങ്ങൾ 100 വട്ടം കിട്ടും നമുക്ക്. എത്ര വലിയ അവസരമാണ്. അപ്പൊ സലാം വീട്ടിയ ഉടനെ അതുപോലെ ഇരുന്നു കൊണ്ട് തന്നെ അങ്ങ് 10 പ്രാവശ്യം ചെല്ലുക. സുബൈക്ക് ശേഷവും മഗ്‌രിബ്. അത് കഴിഞ്ഞിട്ട് 7 പ്രാവശ്യം അല്ലാഹുമ്മ അജ്റിനി മിനന്നാർ, അല്ലേ? അല്ലാഹുമ്മ അജ്റിനി മിനന്നാർ, അല്ലാഹുവേ നരകത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് 7 പ്രാവശ്യം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതിന് 5ാം കലിമ എന്ന് പറയാം. ഒരുപാട് മഹത്വം ഈ വചനത്തിനുണ്ട്. പലപ്പോഴും നമുക്ക് ചൊല്ലൽ സുന്നത്താണ്. ഒരാൾ മാർക്കറ്റിൽ പോയി, നമ്മള് സൂപ്പർ മാർക്കറ്റിൽ അല്ലെങ്കിൽ ചന്തയിൽ കമ്പോളങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ഒരു തെറ്റുകളും നമ്മളിൽ വരാതിരിക്കാൻ, അവിടെ നിന്നൊരു ഷർറ് നമുക്ക് കിട്ടാതിരിക്കാൻ നമ്മൾ ചൊല്ലേണ്ടതാണ് ഈ ദിക്ർ. മാർക്കറ്റുകളിൽ പോയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായിട്ട് ചൊല്ലാൻ പഠിപ്പിച്ച ദിക്റാണേത്? ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് പറയും. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അൽഹംദുലില്ലാഹ്. അല്ലാഹു പദവാക്കാൻ തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമുക്ക് ദുആ ഒറ്റയ്ക്ക് ചെയ്യാം, കൂട്ടമായിട്ട് ദുആ ചെയ്യാം. കൂട്ടമായിട്ട് ദുആ ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്താണ്? നമ്മളുടെ ചോദ്യത്തിൽ എന്തെങ്കിലും ന്യൂനതകളും കുറവുകളും ഉണ്ടെങ്കിലും, ഞാൻ മോശക്കാരനാണെങ്കിലും, നമ്മളുടെ കൂട്ടത്തിൽ ദുആ ചെയ്യുന്ന ആമീൻ പറയുന്നവരുടെയൊക്കെ അവരുടെ നന്മ കൊണ്ട് അല്ലാഹു തആല നമ്മളുടെ നന്മയെ അല്ലാഹു തആല സ്വീകരിക്കാം. അതുകൊണ്ടാണ് നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിൽ ഞാൻ ഒറ്റയ്ക്കാണ് നിസ്കരിക്കുന്നത്, ഞാൻ ഒറ്റയ്ക്കാണ് ഫാത്തിഹ ഓതുന്നത്. പക്ഷെ അവിടെ പറയുന്നത് എന്താണ്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നാണ്. അവിടെ ചോദിക്കുന്ന ഒരാളാണെങ്കിലും ഉപയോഗിക്കുന്ന ബഹുവചനമല്ലേ? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് നീ ഞങ്ങളെ നയിക്കണമേ. അപ്പോൾ നമ്മൾ ഒരുമിച്ചിട്ടുള്ള ദുആക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ ഒറ്റയ്ക്ക് ദുആ ചെയ്യാം. ഒറ്റയ്ക്ക് ദുആ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ ഭാഷയിലും ഏത് ഭാഷയിൽ വേണമെങ്കിലും നമുക്ക് ദുആ ചെയ്യാം. ഏതായാലും നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകൾ ദുആക്ക് വലിയ പ്രതിഫലവും വലിയ മഹത്വമുണ്ട്. അല്ലാഹു തആല ജീവിതത്തിൽ അമലുകളാക്കി മാറ്റാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.